എൻ്റെ അമ്മോ, എന്താ നൈസ് ഫീൽ. ഒരു രക്ഷയില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ദിവസം കേൾക്കുന്നു. ഇന്നേ ഇപ്പം എൻ്റെ ഈ ഫോൺ കിട്ടിയുള്ളൂ. എന്തായാലും ഇതുവരെയും ഇത് ലോഞ്ച് ആയ ദിവസം തൊട്ട് ഇന്ന് വരെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് സാംസങ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ, നിങ്ങളിത് വാങ്ങിക്കേണ്ട അങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടി വീഡിയോ കാണുക. അടുത്തുള്ള കടയിലൊക്കെ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഗംഭീരമായിട്ടുണ്ട്. ഒരു ഫോൾഡബിളിൻ്റെ ആ ഒരു തടിയോ കനമോ ഒന്നുമില്ല. മൊത്തത്തിൽ പുതുമയാണിതിൽ. എന്താണെന്നുള്ളത് കാണിക്കാം. ആദ്യം ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണിക്കാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ജസ്റ്റ് ഇതാ, വലിയ സംഭവങ്ങളൊന്നുമില്ല ബോക്സിനകത്ത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഒരു ചെറിയ ബോക്സ് വരുന്നു. അതിനകത്ത് ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റേഷൻ, സിം ടൂള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പതിവ് സംഭവങ്ങൾ തന്നെ. അതുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കുന്നു നമ്മുടെ ഫോൾഡ് 7. കയ്യിലോട്ട് എടുത്ത് സ്റ്റിക്കറൊക്കെ അങ്ങ് മാറ്റിയാൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ലുക്ക്. ഗാലക്സി Z Fold 7 സംഭവം എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഇത്രയും സ്ലിമ്മാണ്. കണ്ടോ, വളരെ സ്ലിമ്മായിട്ടാണ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിന് വേറെ ഒന്നുമില്ല. 4.2 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ. എങ്ങനെ ഇതിനകത്ത് ബാറ്ററി, ഡിസ്പ്ലേ എല്ലാം ഇവർ കുത്തി കയറ്റി വെച്ചിരിക്കുന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും അത്രയും നൈസായിട്ട് ചെയ്തിരിക്കുന്നു. താഴത്തെ ടൈപ്പ് സി പോർട്ടൊക്കെ കണ്ട, ജസ്റ്റ് ടൈപ്പ് സി പോർട്ടേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും സ്പേസ് ഇല്ല അവിടെ. അപ്പോൾ നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആ ഫോൺ ടൈപ്പ് സി പോർട്ടൊന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അത്രയും കനമേ ഉള്ളൂ ഈ ഫോൺ ആകപ്പാടെ. ഇനി നിങ്ങളിത് മടക്കി കയ്യിൽ പിടിക്കുകയാണെങ്കിലും ഒട്ടും തന്നെ കനമില്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സാധാ ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സേ ഉള്ളൂ. അതായത് ഇപ്പോൾ iPhone 16 Pro Max നമ്മൾ എടുത്ത് നോക്കിയാൽ പോലും ഇതിനാണ് വെയിറ്റ് കൂടുതൽ, ഇത് വെയിറ്റ് കുറവാണ്. ഫോൾഡ് വെയിറ്റ് കുറവാണ്. അതായത് iPhone 16 Pro Max ഒക്കെ 227 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. എന്നാൽ ഇത് 215 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അതായത് അതിനേക്കാൾ ഐഫോണിനേക്കാൾ സ്ലിമ്മാണെന്ന്, വെയിറ്റ് കുറവാണെന്ന് സാരം. ഓൾമോസ്റ്റ് S25 അൾട്ര എടുത്ത് നോക്കിയാലും ഏകദേശം ഈ ഒരു സാധാ ഫോണിൻ്റെ അത്രയും തടിയും വെയിറ്റും ഒക്കെ തന്നെ ഉള്ളൂ. അതിനേക്കാൾ കുറവേ ഉള്ളൂ ഈ ഫോൾഡ് 7 എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. അപ്പോൾ ഒരു കട്ടി കൂടിയ ഒരു ഫോൺ കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുകയില്ല. ഒരു നോർമലിനേക്കാൾ കംഫർട്ടബിളായ നൈസായ ഒരു ഐറ്റം കൊണ്ട് നടക്കുന്ന ഫീൽ. അതേസമയം തന്നെ നല്ല സ്റ്റഡിയും സ്ട്രോങ് ആണ് കേട്ടോ. അത്രയും സ്ലിം എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നും വിചാരിക്കരുത്, പക്കാണ്. ന്യൂ ആർമർ ഫ്ലെക്സ് ഹിഞ്ച് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഹിഞ്ചിനെ നല്ല നൈസായിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2 ആണ് വരുന്നത്. കവർ ഡിസ്പ്ലേയിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ബാക്കിൽ വരുന്നത്. അഡ്വാൻസ്ഡ് ആർമർ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളുമാണ്. അതായത് ഒരിടത്തും കോംപ്രമൈസ് ഇല്ല. സെറ്റ് ഡ്യൂറബിളായ സ്ട്രോങ് ആയ സെറ്റപ്പ്. IP48 വാട്ടർ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിന്റ് സെൻസർ. അതിനൊന്നും ഒരു വിഷയമില്ല, ഒക്കെ സെറ്റാണ്. എന്തായാലും ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ ആണ്, സിനിമ ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ ആംഗിളിലും വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. 2-3 കളറിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈ ബ്ലൂ ഷാഡോ, പിന്നെ സിൽവർ ഷാഡോയും ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, മിന്റ് ഉണ്ട്. മിന്റ് ഓൺലൈൻ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കണം, അവിടെ മാത്രമുള്ള ആ ഒരു കളർ. സോ അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളിലാണ് വരുന്നത്. ഒതുങ്ങിയ നൈസായ ഒരു ഐറ്റം. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. നൈസ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസ് പലതരത്തിൽ കണ്ടു നോക്കി, ഗെയിം കളിച്ച് നോക്കി, ഒരു വിഷയവുമില്ല. നൈസായിട്ടുള്ളൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് അടക്കമാണ് വരുന്നത്. 2600 നിറ്റ്സ് ബ്രൈറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കവർ ഡിസ്പ്ലേ 6.5 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. അതും വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ഇത്തിരി വീഡിയോ ഒക്കെ കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. സോ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ്, നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനും മറ്റുമൊക്കെ കുറച്ചും കൂടി സൗകര്യപ്രദമായ രീതിയിൽ കവർ ഡിസ്പ്ലേയുടെ വലുപ്പം കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡിസ്പ്ലേയിലും ഗെയിം കളിച്ച് നോക്കി. അതുപോലെ നമുക്ക് ഈ ഡിസ്പ്ലേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ സ്ക്രീനിലും കളിക്കാൻ പറ്റും. അതൊക്കെ ചെയ്ത് നോക്കി. അതുകൂടാണ്ട് വീഡിയോസ്, പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ മെയിൻ ഡിസ്പ്ലേയിലും കവർ ഡിസ്പ്ലേയിലും ഒക്കെ പ്ലേ ചെയ്തു. പല മോഡിൽ, ഇങ്ങനെയുള്ള മോഡിലും ഇങ്ങനെ കമഴ്ത്തിയുള്ള മോഡിലും പല മോഡിലും വെച്ച് നമ്മൾ ഇതൊക്കെ കണ്ടു നോക്കുമ്പോഴും അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഒരു പരാതിയും ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയാനില്ല. സാംസങ് ഓൾറെഡി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അടിപൊളിയാണെന്ന് നമുക്കറിയാം. ഇവിടെയും അവരത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പോരായ്മകളോ കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ വയ്യ. കാരണം എൻ്റെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലെവലിൽ നമ്മൾ കേട്ടിരുന്നത് ഗംഭീരമാണെന്ന്. ആ ഒരു മൈൻഡ് വെച്ചുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കുമ്പോൾ സെറ്റാണ്. ഇതിൻ്റെ ക്യാമറയും അത്യാവശ്യം ഗംഭീര സെറ്റപ്പാണ്. 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അൾട്രയിലൊക്കെ ഉള്ള അതേ സെറ്റപ്പ് തന്നെയാണ്. സാമ്പിൾസ് കണ്ടു നോക്കിയേ, നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെയാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. അതുപോലെ 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. OIS സപ്പോർട്ടൊക്കെ ഉണ്ട്. 3x ഒപ്റ്റിക്കൽസും 30x സ്പേസും എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. ഞാൻ പല സൂം റേഞ്ചിലേക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് കിട്ടിയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെയിൻ ഡിസ്പ്ലേയിലും 10 മെഗാ പിക്സലിൻ്റെ നല്ല ക്വാളിറ്റി സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കവർ സ്ക്രീനിലെ സെൽഫി ക്യാമറയും 10 മെഗാ പിക്സലാണ്. അതിൻ്റെ സാമ്പിൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അതും വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് മെയിൻ ക്യാമറ കൊണ്ട് തന്നെ ഇങ്ങനെ സെൽഫി പോലെ പിടിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. സോ ആ 200 മെഗാ പിക്സലിൻ്റെ കിടിലൻ ക്വാളിറ്റിയിൽ സെൽഫി എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. നല്ല അടിപൊളി ഇമേജുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. ഞാൻ ഈ കാറിലിരിക്കുമ്പോൾ എടുത്തതൊക്കെ ആ ഒരു സെറ്റപ്പിലാണ്. സോ അടിപൊളി ഫോട്ടോസ് സുഖമായിട്ട് ഈ ഫോട്ടോ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാം.
വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സെൽഫി ആയിട്ട് പിടിച്ച് മെയിൻ ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കാം. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ ഇതിനകത്ത് ഓഡിയോ ഇറേസർ പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ എടുക്കുന്ന വീഡിയോയിലെ അനാവശ്യമായ നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഗാലറിയിൽ നിന്ന് ആ വീഡിയോ എഡിറ്റ് കൊടുക്കുക. അവിടെ ഓഡിയോയുടെ ഓപ്ഷൻ വരും. ഓഡിയോ ഇറേസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. സോ അങ്ങനെയുള്ള എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ നൈറ്റോഗ്രാഫി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നൈറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആയാലാണ് നൈറ്റ് ഫോട്ടോ എടുത്ത് നോക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാം വേറെ ദിവസം. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് ഫോട്ടോസ് എന്നുള്ളത് കേട്ടോ. പിന്നെ ഇതിലെടുക്കുന്ന ഫോട്ടോസിനൊക്കെ തന്നെ സ്വന്തമായിട്ട് എഡിറ്റിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളത് താഴെ എഴുതി കാണിക്കും. ഇതിലിപ്പോൾ റീമാസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് റീമാസ്റ്റർ കൊടുത്താൽ അതിവിടെ റീമാസ്റ്റർ ആവുന്നുണ്ട്. സോ കുറച്ചും കൂടി ബെറ്റർ ആക്കി മാറ്റി തരുന്നൊരു സൗകര്യമൊക്കെ ഉണ്ട്. അതാണ് ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷൻ എന്ത് എഡിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ നല്ല കാര്യമാണ്. പിന്നെ ഇറേസ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഗാലറിയിലെ ഫോട്ടോയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇറേസ് ചെയ്യുന്ന പരിപാടി ഇതൊക്കെ ഇതിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ എൻഹാൻസർ, എന്തെങ്കിലും ഫോട്ടോയ്ക്ക് ക്വാളിറ്റി കുറവ് തോന്നിയാൽ നമുക്ക് അതിനെ ഫോട്ടോ എൻഹാൻസർ വെച്ചൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കെച്ച് ടു ഇമേജ്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയുടെ മുകളിൽ നമുക്ക് ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നതിൻ്റെ ഒരു പിക്ചർ വേണമെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ടൊരു ഫ്ലൈറ്റ് ഏകദേശം ഒന്ന് വരച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ഫ്ലൈറ്റിനെ ജനറേറ്റ് ചെയ്യും. ഇതാ കണ്ടോ, ആ ഫോട്ടോയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പറക്കുന്ന സംഭവം കൂടി വന്നിട്ടുണ്ട്. സോ ഇതുപോലെ സ്കെച്ച് ടു ഇമേജ്, ഇങ്ങനെ ഒട്ടനവധി ഗാലക്സി ഫീച്ചേഴ്സ്, ഒരുവിധം എല്ലാ ഗാലക്സി ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, കോൾ അസിസ്റ്റ്, കോളിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ് അസിസ്റ്റ്, നമുക്ക് ആവശ്യമുള്ള റൈറ്റിംഗ് ടൂൾ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. സമ്മറൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇൻ്റർപ്രറ്റർ മോഡ്, കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോട്ട് അസിസ്റ്റ്, നോട്ടിൻ്റെ ഭാഗത്ത് സമ്മറൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, ഫോട്ടോ അസിസ്റ്റ്, ഡ്രോയിങ് അസിസ്റ്റ്, ഓഡിയോ ഇറേസർ, ഫോട്ടോ ആംബിയൻ വാൾപേപ്പർ, നൗ ബ്രീഫ് അടക്കമുള്ള എല്ലാവിധ ഗാലക്സി ഫീച്ചേഴ്സും ഈ ഫോണിനകത്തുണ്ട്. ഞാൻ എല്ലാം വെറുതെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സോ എല്ലാതരം ഗാലക്സി ഫീച്ചേഴ്സും അടക്കമാണ് ഫോൾഡ് 7 വരുന്നത്. ഇനി ഈ ഫോണിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് പ്രോസറാണ് വരുന്നത്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. ഓൾറെഡി അത് ടോപ്പ് ലെവൽ പ്രോസറാണെന്ന് നമുക്കറിയാം. സാധാരണ യൂസിനായാലും വിഷയമൊന്നുമില്ലതാ, നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഗെയിം കളിക്കാനാണെങ്കിലും ഞാനിതിൻ്റെ കവർ ഡിസ്പ്ലേയിലും മെയിൻ ഡിസ്പ്ലേയിലും ഒക്കെ BGMI കളിച്ച് നോക്കി. നല്ല സ്മൂത്ത് എക്സ്ട്രീം പ്ലസിൽ നമുക്ക് നൈസായിട്ട് ഇതായി കാണുന്ന പോലെ ഗെയിം കളിക്കാം, യാതൊരു വിഷയമില്ല. അതുപോലെ LPDDR5X RAM തന്നെ വരുന്നുണ്ട്. ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് റേ ട്രേസിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിക്ക് റേ ട്രേസിംഗ് അടക്കമുള്ള ഗെയിമുകൾ എടുത്ത് കളിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം തീർച്ചയായിട്ടും ഇതിൽ കിട്ടും. ഇനി ബാറ്ററി ആണെങ്കിൽ 4400 mAh ബാറ്ററിയാണ്. 25 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും എല്ലാം ഉണ്ട്. ബാറ്ററിയും ചാർജിങ്ങും കുറച്ചും കൂടി ഒന്ന് നന്നാക്കാമായിരുന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇത്രയും സ്ലിം ആയിട്ടാണ് ഈ ഫോൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു പരാതിയും പറയാൻ തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ പറയാം എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത്. സോ ബാറ്ററിയിലും ഇതിലൊന്നും വിഷയങ്ങൾ കണ്ടില്ല. ഞാൻ ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ, ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പിന്നെ ആൻഡ്രോയിഡ് 16 വരുന്നത്. One UI 8 തന്നെയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണ് വരുന്നത്. 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ജെമിനി ലൈവ് വരുന്നുണ്ട്. നമ്മുടെ സൈഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജെമിനി വരും. അതിൽ തന്നെ ജെമിനി ലൈവ് ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ കുറേ കൂടി വൈഡറായിട്ടുള്ളൊരു സ്ക്രീനിൽ നമുക്ക് ഈസി ആയിട്ട് ജെമിനി ലൈവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ സർക്കിൾ ടു സെർച്ച്, അത് യൂഷ്വലി എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഉണ്ട്, ഇതിലും വരുന്നുണ്ട്, ഉപയോഗിക്കാം. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ പോലുള്ള സംവിധാനങ്ങൾ അത് ഫോൾഡിൻ്റെ മെയിൻ ആണ്. നമുക്ക് ഒന്നോ അതിലധികമോ ആപ്പുകൾ ഈസി ആയിട്ട് ഇവിടെ തുറന്നിട്ട് 2 സൈഡിൽ 3 സൈഡിലൊക്കെ തുറന്നിടാം. പിന്നെ പോപ്പപ്പ് വിൻഡോ ആയിട്ട് തുറന്നിടാം. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്യാൻ നമുക്ക് ഈ ഒരു വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നൈസായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതൊക്കെ എല്ലാ ഫോൾഡിലും വരുന്നതാണ്. ഈ ഫോൾഡിലും വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്, യാതൊരു വിഷയമില്ല. പിന്നെ ഇത് കൂടാതെ സാംസങ്ങിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും, സാംസങ് വാലറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ സാംസങ് സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്. നോക്സ് സെക്യൂരിറ്റി, ഏറ്റവും നല്ല സേഫസ്റ്റ് ആയ ഒരു സെക്യൂരിറ്റി സംവിധാനം കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ എല്ലാതരം സംവിധാനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. Wi-Fi 7, Bluetooth 5.4, പിന്നെ ഡുവൽ നാനോ സിം സപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 1,80,000 രൂപ റേഞ്ചിലാണ് പ്രൈസ് ഉണ്ട്. നമുക്കറിയാം ഫോൾഡാണ്, പ്രൈസ് ഉണ്ടാവും, പ്രൈസ് ഉണ്ട്. 12 GB RAM 256 GB സ്റ്റോറേജ്, അതേപോലെ 12 GB RAM 512 GB സ്റ്റോറേജ്, 16 GB RAM 1 TB സ്റ്റോറേജ് വരെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള അൾട്രാ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡബിൾ എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും നല്ല ഫോട്ടോഗ്രാഫി, 200 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന നല്ല ഫോട്ടോഗ്രാഫി സംവിധാനങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ഗംഭീരമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളൂ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ഇതൊന്ന് കിട്ടിയിട്ടേ ഉള്ളൂ, കിട്ടിയ വഴിക്കുള്ളൊരു ഇംപ്രഷനാണ് ഞാൻ ഈ പറയുന്നത്. വ്യൂസ് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.